അങ്ങനെ 28,200 കിലോമീറ്റർ ആയപ്പോൾ നമ്മുടെ മെറ്റിയോർ 350 ഇപ്പോൾ വാങ്ങിച്ചിട്ട് ഇപ്പം 3 വർഷം ആവുന്നു. ബാറ്ററി ഡാമേജ് ആയിട്ടുണ്ട്, റീപ്ലേസ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ പത്തനംതിട്ടയിൽ തന്നെയുള്ള ഒരു അച്ചായൻ്റെ ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. പുള്ളിക്കാരൻ ഈ ഒരു ഏരിയയിലെല്ലാം ഫേമസ് ആണ്. ബാറ്ററി ആമറോണിൻ്റെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പോൾ നമ്മൾ വെച്ചിരുന്നത് നേരത്തെ എക്സൈഡിൻ്റെ ഒരു ബാറ്ററിയാണ്. ഡെലിവറി ടൈം നമുക്ക് എക്സൈഡിൻ്റെ ഈ ഒരു ബാറ്ററിയാണ് നമുക്ക് വണ്ടിയിൽ കിട്ടിയിരുന്നത്. എനിക്കൊന്ന് റോയൽ എൻഫീൽഡ് എല്ലാം തന്നെ എക്സൈഡിൻ്റെ ബാറ്ററിയാണ് കൂടുതൽ വെക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം നമ്മൾ കുറേ നോക്കിയപ്പോൾ എക്സൈഡ് മാറ്റിയിട്ട് നമ്മൾ ആമറോണിൻ്റെ വെക്കാവുന്ന ഒരു സജഷൻ കിട്ടി. കുറേ റിവ്യൂ നോക്കിയപ്പോൾ ആമറോണിൻ്റെ നല്ല ബാറ്ററിയാണെന്ന് അറിയാം. അതിൽ തന്നെ പ്രോ റൈഡർ എന്നൊരു മോഡലുണ്ട്, അതാണ് ഈ പ്രാവശ്യം നമ്മൾ വെക്കുന്നത്. അതിൻ്റെ AP-BTZ9R എന്ന് പറഞ്ഞൊരു മോഡലാണ് ഈ പ്രാവശ്യം നമ്മൾ വെക്കുന്ന ബാറ്ററി. ഈ കാണുന്ന ബാറ്ററിയാണ് വെക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ആയാലും ഒരു 2 ഇയർ വാറണ്ടി പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടായാലും സർവീസും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നല്ലതായിട്ട് തോന്നി. അപ്പോൾ ഈ പ്രാവശ്യം ആമറോൺ വെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മളതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോർമലി ഒരു 30 കിലോമീറ്റർ വരെ 30,000 കിലോമീറ്റർ ആണ് ഞാൻ പ്രതീക്ഷിച്ചത് ബാറ്ററി ലൈഫ്. അതിൽ കൂടുതൽ കിട്ടിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അല്ലെന്നുണ്ടെങ്കിൽ എൻഫീൽഡിൻ്റെ ഒക്കെ എത്രയാണെന്ന് അറിയത്തില്ല ഒരു ബാറ്ററി ലൈഫും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് കുഴപ്പമില്ല. 28,200 കിലോമീറ്ററാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ബാറ്ററി എല്ലാം ഫിറ്റ് ചെയ്തു. പിന്നെ ഇപ്പം ഇത് എത്ര നാളെ ഇങ്ങനെ പോകും നമുക്ക് നോക്കാം.